ഫിലിം ഗാരേജിന്റെ നേരിയ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച ഡിസംബർ 21 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൃത്യം 15 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഇന്നലെ ആദ്യമായിട്ട് സിനിമയുടെ കളക്ഷൻ 1 കോടിയിൽ നിന്നും താഴേക്ക് വന്നിരിക്കുകയാണ്. അത് നാം ട്രാക്കിംഗ് കളക്ഷൻ നോക്കിയപ്പോൾ തന്നെ പ്രതീക്ഷിച്ചതാണ്. വ്യാഴാഴ്ച മാത്രം സിനിമ കേരളത്തിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത് 77 ലക്ഷം ഗ്രോസ് കളക്ഷൻ ആണ്. ഇതോടെ 15 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ 40 കോടി 59 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ കേരളത്തിൽ നിന്നും നേടിയെടുത്ത സിനിമ കേരളത്തിൽ നിന്നും ഷെയർ കളക്ഷനിലൂടെ മാത്രം സിനിമയുടെ ബഡ്ജറ്റിനേക്കാൾ ഇരട്ടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്തു എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതായത് 18 കോടിക്കടുത്ത് സിനിമയുടെ ഷെയർ എത്തപ്പെട്ടിരിക്കുകയാണ്. ഫൈനൽ ഷെയർ ഇനി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 15 ദിവസത്തെ നേരിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 74 കോടി 60 ലക്ഷമാണ് സിനിമ ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ഇതുവരെയുള്ള ട്രാക്കിംഗ് കളക്ഷനിലൂടെ മാത്രം സിനിമ 75 കോടി രൂപയ്ക്ക് മുകളിലും വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ലാലേട്ടന്റെ നേര് സിനിമയുടെ വിജയിക്കേണ്ട പോയിന്റായ 25 കോടിയും കടന്ന് 50 കോടിയും കടന്ന് ഇപ്പോഴത്തെ 75 കോടിയും കടന്നിരിക്കുകയാണ്. ഇനി ഏത് ലെവലിലേക്ക് പോകുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. എന്തായാലും വളരെ മികച്ച കളക്ഷൻ എന്നതിലുപരി ഒരു ക്വാർട്ടർ റൂം ഡ്രാമ സിനിമയുടെ റെക്കോർഡ് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുക്കുന്ന ലാലേട്ടന്റെ ജിത്തു ചിത്രമായിട്ട് നേര് മാറിയിരിക്കുകയാണ്. ഇനി 80 കോടി കടക്കാനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. വരുന്ന തിങ്കളാഴ്ചയോടെ 80 കോടിക്ക് മുകളിൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെടുമെന്ന കാര്യത്തിലും നിലവിൽ സംശയമില്ല. കേരള കളക്ഷനും ഞായറാഴ്ച കഴിയുമ്പോൾ തന്നെ 44 കോടിയിലേക്ക് എത്തപ്പെടുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാളത്തെ ദിവസത്തെ കളക്ഷൻ അറിയാനായിട്ട് നാം കാത്തിരിപ്പിലാണ്. ഇനി കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ 2023 10 സിനിമകളാണ് നേര് വരെ തിയേറ്ററുകളിൽ വിജയിച്ചിരിക്കുന്നത്. ആ 10 സിനിമകളിൽ ഏറ്റവും കൂടുതൽ കൂട്ടക്കരച്ചിലുകൾ കമന്റ് ബോക്സിൽ മുഴങ്ങിയ സിനിമയായിട്ട് നേര് മാറിയിരിക്കുകയാണ്. കാരണം ഒരു ദിവസം ഇടവിടാതെ എല്ലാ ദിവസവും നേരിന്റെ കളക്ഷൻ തള്ളാണ് എന്നൊരു കമന്റ് പൂരമാണ് നമുക്ക് നിലവിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും 2023 ഒട്ടനേകം സിനിമകൾ ഇൻഡസ്ട്രി ബ്ലോക്ക് ബസ്റ്റർ എല്ലാം തന്നെ ആയിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും വലിയ ത്രസിപ്പിക്കുന്ന വിജയം, ആവേശകരമായ വിജയം നേരിൻ്റെതാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം അത്രത്തോളം പേർ ലാലേട്ടന്റെ ഒരു സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേരിടുത്താൽ ഭയക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും മലക്കോട്ടെ വാലിബൻ എങ്ങാനും പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേരിടുകയാണെങ്കിൽ അപ്പോൾ കാണാം ഇതിനേക്കാൾ ഇരട്ടി പ്രഹരശേഷിയുള്ള ബോക്സ് ഓഫീസ് പ്രകടനം. എന്തായാലും നാം ആവേശത്തോടെ കാത്തിരിപ്പിലാണ് ജനുവരി 25 അപ്പോൾ നേരിന്റെ ഫൈനൽ കളക്ഷൻ വരെയുള്ള റിപ്പോർട്ടുകൾ കേട്ട് പ്രമുഖ വിമർശകരൊഴികെ മാന്യ സിനിമാ പ്രേമികൾ കാത്തിരിക്കൂ.